നമസ്കാരം. വിദ്യാർത്ഥികളെ പോലും ഇരുട്ടിലാക്കുന്ന നടപടി. കുടിശ്ശിക തീർക്കാത്തതിന്റെ പേരിൽ അഗളി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഫ്യൂസ് KSEB ഊരിയിരിക്കുകയാണ്. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നിട്ടാണ് നടപടി. 4 മാസത്തെ കുടിശ്ശികയായി 53,000 രൂപ അടയ്ക്കാനുണ്ടെന്നാണ് KSEBയുടെ അറിയിപ്പ്. മുന്നറിയിപ്പ് നൽകിയിട്ടും ബില്ലടയ്ക്കാൻ നടപടിയുണ്ടാവാത്തതിനെ തുടർന്നിട്ടാണ് ഫ്യൂസ് ഊരിയതെന്ന് അഗളി KSEB അധികൃതർ വിശദീകരണം നൽകിയിരിക്കുന്നു. ആദിവാസി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ഫ്യൂസാണ് കുടിശ്ശിക കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ KSEB ഇപ്പോൾ ഊരി മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 40,000 രൂപയുടെ കുടിശ്ശിക മുൻപ് പുതിയ ഹെഡ് മിനിസ്റ്റർ ശമ്പളത്തിൽ നിന്ന് അടച്ചൊരു സ്കൂൾ കൂടെയാണ് ഇത്. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ വൈദ്യുതി ബില്ലാണ് അടച്ചിരുന്നതും ജില്ലാ പഞ്ചായത്ത് തന്നെയായിരുന്നു. എന്തായാലും സർക്കാർ വരുത്തിവെച്ച ദൂർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ KSEB വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നത്, ഫ്യൂസ് ഊരേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്ന് ഇതൊരു തെളിവ് കൂടെ മാറുകയാണ്. അത് മാത്രമല്ല, സർക്കാരിന്റെ ദൂർത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോലും രക്ഷയില്ല എന്നുകൂടെ ഇത് വ്യക്തമാക്കുന്നു. പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വീടെത്തി അന്തിയാകുമ്പോൾ മാത്രം ചിമ്മിനി വിളക്കിന്റെയും സ്ട്രീറ്റ് ലൈറ്റിന്റെയും എല്ലാം വെളിച്ചത്തിൽ പഠിച്ച കഥകൾ വിദ്യാർത്ഥികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കെട്ടുകഥകളെല്ലാം മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോലും അതൊരു അനുഭവമാക്കി സമ്മാനിക്കുകയാണ് KSEBയും സർക്കാരും എന്ന ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പട്ടികജാതി പട്ടികവർഗ വികസനം നോക്കിയിരുന്ന മന്ത്രിസ്ഥാനം രാജിവെച്ച് ഡൽഹിയിലേക്ക് MP ആയി പോകുന്ന സഖാവ് K രാധാകൃഷ്ണനുമൊക്കെ ഈ വാർത്ത ഒന്ന് കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. യാതൊരു പ്രശ്നവുമില്ലാത്ത ചില വാക്കുകൾ മോശമാണ് എന്ന് പറഞ്ഞ് ആ വാക്കുകളെ ഇനി ഉപയോഗിക്കരുത് എന്ന ചട്ടം കെട്ടി ചരിത്രം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടി അങ്ങനെ വലിയ ആളായിട്ടൊന്നും കാര്യമില്ല എന്നും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു ഗുണവും ആർക്കും ലഭിക്കാൻ പോകുന്നില്ല എന്നും ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. നടപടി എടുക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെല്ലാം ചെയ്യണമായിരുന്നു. ആദ്യം അത് തിരുത്തുക, എന്നിട്ടാകാം ചരിത്രത്തിലെ തീരുമാനങ്ങളെല്ലാം. അങ്ങനെ ഇടതു നേതാക്കൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ആ വിദ്യാർത്ഥികൾ ഇരുട്ടിലാകില്ല എന്നത് ഉറപ്പായിരുന്നു. എന്തായാലും സർക്കാരിന്റെ ദൂർത്ത് പലയിടത്തും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് മാറുകയാണ് ഇപ്പോൾ കുടിശ്ശിക തീർക്കാത്തതിന്റെ പേരിൽ അഗളി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഫ്യൂസ് KSEB ഊരി എന്നുള്ള വാർത്ത. ഇത് സർക്കാർ കൃത്യമായി പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.